എങ്ങനെ നമുക്ക് ഒരു ബ്രേക്കപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൽ നിന്നും മൂവ് ഓൺ ചെയ്യാം. ഏകദേശം ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് നമ്മളിപ്പോൾ ചേരാത്തവരെ പിന്നെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതുപോലെ ലൈഫ് ലോങ് ഞാൻ ആ പെയിനുമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോകുമായിരിക്കും. അതല്ല, ഞാൻ ചെയ്തിരുന്ന ഒരു വലിയ മിസ്റ്റേക്കും ആക്ച്വലി നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ റിലേഷൻഷിപ്പ് എൻ്റെ ആവാൻ പോവുകയാണ്. ഇതാണ് സംഭവം. വെറും എന്താ പറയുക, എന്നെ പറ്റിച്ച് അതിൻ്റെ അങ്ങേ അറ്റം ഞാൻ പറ്റിച്ചിട്ട് ഇനിയും ഞാൻ എന്നെ പറ്റിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യുക? അനുഭവിക്കുക. അതല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. ഞാനിത് കരിയുക, അങ്ങ് വിഷമിച്ചങ്ങ് തീർക്കുക. അവരെ ചീത്ത വിളിക്കുകയോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് അവരെ പറ്റി വേണമെങ്കിൽ 10 ചീത്ത വിളിച്ചോക്കി. എൻ്റെ കേസിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. എനിക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള അവസരം തന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തായാലും ഞാൻ അയക്കുന്നില്ല, പക്ഷേ ഞാൻ ഇവന് നാളെ ഇത് അയക്കും. ഞാൻ ക്ലിയർ ഓൾ എവറിത്തിങ് ഫ്രം മൈ ഫോൺ എന്നൊരു തോട്ട് എനിക്ക് വരത്തുള്ളൂ. നമ്മൾ തേടി പോകുന്നതിനെക്കാട്ടി മനോഹരമായിരിക്കും നമ്മളിലോട്ട് വന്നു ചേരുന്നത്. ഒരു റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ കോൺഷ്യസ്ലി അതിനുവേണ്ടി പോവാതിരിക്കുക. നമുക്കുള്ളത് നമ്മളടുത്ത് തന്നെ വരും. അത് കറങ്ങി ചുറ്റി റൈറ്റ് ടൈമിൽ നമ്മളടുത്ത് എത്തും. നമ്മൾ ഈ റൈറ്റ് ടൈമിൽ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട്, നമ്മൾ അതിനു വേണ്ടി ഒരു ക്ഷമ കാണിക്കാണ്ട് റഷായിട്ട് തപ്പി പോകുമ്പോഴാണ് നമ്മൾ ഈ മോശം ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾക്ക് റോങ് ആൾക്കാരെ നമുക്ക് ഈ റോങ് ടൈമിൽ മീറ്റ് ചെയ്യേണ്ടി വരുന്നതും കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നതും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് ദ റൈറ്റ് പേഴ്സൺ വിൽ കം ടു യു. ആൻഡ് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പീസ് ഓഫ് മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. ഇത് നമ്മുടെ റൈറ്റ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചൂസ് ചെയ്യണോ, ഇത് ഈ ഒരു റിലേഷൻഷിപ്പോട് ഞാൻ കടക്കാൻ ഞാൻ റെഡി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ആ ഒരു പീസ് ഓഫ് മൈൻഡിലോട്ട് നിങ്ങൾ എത്തണം. ആ എത്തുന്നതാണ് ടാസ്ക്. അതിന് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സമയം കൊടുക്കുക. ഒന്നിനും ധൃതി കൂട്ടാതിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി സെൽഫ് ഓറിയൻറ്റഡ് ആവുക, സെൽഫ് കെയർ ചെയ്യുക. അതിന് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു മോട്ടീവ് വെച്ചോ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇങ്ങനൊരു കാര്യം വെച്ചോ, വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചിന്തിക്കാം. പുള്ളി വേണ്ടാന്ന് വെച്ചത് വളരെ എന്താ പറയുക, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളെയാണ് എന്ന് പുള്ളി മനസ്സിലാക്കണം. ദ ബെസ്റ്റ് വേർഷൻ നമ്മൾ കാണിച്ചു കൊടുക്കണം, അവൻ്റെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വാശി ഉള്ളിലുള്ളത് നല്ലതാണ്. കാര്യം ആ വാശി കൊണ്ട് ഇവിടെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവുന്നില്ല. ആ ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മളൊന്ന് പവറാവും. നല്ലതാണ്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാർ വലിയ വലിയ മനസ്സുള്ള ആൾക്കാരൊക്കെ പറയുമായിരിക്കും, എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറയും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഒരു പുള്ളിയോടുള്ള ഒരു അമർഷമാണെങ്കിലും നമുക്കതിനോടുള്ളൊരു അമർഷം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തന്നെ ഉപയോഗം ഉണ്ടാവുകയാണ്. ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽഫ് ആകുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാനാണെങ്കിലും നമ്മുടെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാനൊക്കെ ശ്രമിക്കും തോറും നല്ല കാര്യമല്ലേ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതിനൊരു കാരണം അതാണ് എങ്കിൽ വിഷയമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സെൽഫ് കെയർ ചെയ്യുക, നന്നായി ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് എന്നെ സന്തോഷിപ്പിക്കുന്ന എത്ര വിഷമത്തിലാണെങ്കിലും എന്നെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് കാര്യമാണ് സിനിമ ആൻഡ് ഫുഡെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടതായിരിക്കണം. അപ്പം മാക്സിമം ഞാൻ ഒറ്റയ്ക്കാണ് ഞാനത് ചെയ്യാറുണ്ടായിരുന്നത്. കാര്യം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് കഴിക്കാം. ഞാൻ കുറച്ചും കൂടി വെജ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആരും ഇന്നേ വരെ ഒരു വെജിന് അത്ര എന്നെ പോലെ വെജ് ഇഷ്ടപ്പെടുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചില സമയം എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എനിക്കിഷ്ടമില്ലാത്ത ഫുഡ്, അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് കഴിക്കാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ആരെയും കൺസിഡർ ചെയ്യേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണാം, ഇഷ്ടമുള്ള കാര്യമൊക്കെ എനിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മേ ബി അങ്ങനത്തെ ഒരു ദിവസം മാറ്റിയെടുത്ത് ഞാൻ സിനിമയ്ക്ക് പോയിട്ട് എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കും. ഞാൻ കുറച്ച് നേരം ചില്ല് ചെയ്ത് തിരിച്ചു വരും. ഇതാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. അതെൻ്റെ ഒരു ഫോം ഓഫ് ഒരു സെൽഫ് എൻ്റർടൈനിങ് ഡേ പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യപ്പെട്ട ഒരുവിധപ്പെട്ട ഒരു സിനിമകളൊക്കെ, നല്ല പോപ്പുലറായിട്ടുള്ള സിനിമയൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോയി കണ്ടിട്ടുള്ളത്. പ്രേമലു, ആടുജീവിതം ആൻഡ് സൂക്ഷ്മദർശിനിയൊക്കെ. അപ്പോൾ മാക്സിമം അങ്ങനെ നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യാൻ നോക്കുക. അടിപൊളിയാണ് കാര്യം. ഒറ്റയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കുക, നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കുക. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്സ് ടു എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തരാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ
സീക്ക് ഹെൽപ്പ് ഇഫ് യു നീഡ്. അതിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എങ്കിൽ, അതുപോലെ വിശ്വസിച്ച് എന്തും പറയാം, നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യാം. ആൻഡ് ഐ മോസ്റ്റ്ലി പ്രിഫർ നമ്മുടെ ഫ്രണ്ട്സ് ഇനി എത്ര അവർ ജഡ്ജ് ചെയ്യത്തില്ലെങ്കിൽ പോലും അവർ നമുക്ക് തരുന്ന ഒരു റെസ്പോണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യത്തിന് അവർ റിപ്ലൈ ചെയ്യുന്നത് അവരെ മെൻറ്റാലിറ്റിയിലായിരിക്കും, അവരെ കാഴ്ചപ്പാടിലായിരിക്കും അവർ നമുക്ക് റിപ്ലൈ തരുന്നതും. ഓരോ കാര്യങ്ങൾക്കുള്ള അവരെ വേ ഓഫ് സമാധാനപ്പെടുത്തൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത് ചിലപ്പോൾ എല്ലാം നല്ല രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യണമെന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ വി ആർ ടോക്കിംഗ് ടു എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ, ആൻഡ് ദേ നോ, ഒന്നാമത്തെ കാര്യം അവരെ നമുക്കറിയില്ല, നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരാളാണ്. ആൻഡ് അവർക്കറിയാം നമ്മളെങ്ങനത്തെ ഒരാളാണ് എന്ന് മനസ്സിലാക്കിയാണ് നമുക്ക് റിപ്ലൈ തരുന്നത്. അവിടെ ഒരു പേഴ്സണൽ കണക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും, കുറച്ചും കൂടി നല്ല സൊല്യൂഷൻസ് നമുക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ചില ആൾക്കാർ പറയില്ലേ, ഇപ്പം നമുക്ക് അത്രയും അങ്ങനത്തെ രീതിയിൽ ഒരു തെറാപ്പിസ്റ്റിനെയൊക്കെ പോലത്തെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ, ഷീ ഈസ് മൈ തെറാപ്പിസ്റ്റ്, എനിക്കൊരു വിഷമം വരുമ്പോൾ എനിക്ക് ഓടിച്ചെന്ന് എന്തും പറയാൻ പറ്റുന്ന ഒരു സ്പേസ്. അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് റിപ്ലൈ തരണം, അല്ലാണ്ട് എന്തെങ്കിലും റിപ്ലൈ തന്നാൽ പോരാ. അതും അവരെ തോട്ടിൽ ചിന്തിച്ചിട്ടും റിപ്ലൈ തന്നാൽ പോരാ. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി, നമ്മളെ ഒരു അവസ്ഥയും സിറ്റുവേഷനും മനസ്സിലാക്കി നമ്മളോട് സംസാരിക്കണം, ലോജിക്കലി അല്ല. സംടൈംസ് നമുക്ക് വേണ്ടത് ഇമോഷണൽ ആൻസേഴ്സ് ആയിരിക്കും ലോജിക്കൽ ആൻസറിനെ കാട്ടി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് എനിക്ക് അങ്ങനത്തെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, 1-2 പേരൊക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് ഏറെക്കുറെ അക്ഷയ എന്നെ തീരെ ജഡ്ജ് ചെയ്യാണ്ട് ഞാൻ പറയുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് എൻ്റെ കൂടെ എന്നെ അവളെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കോൾ വെക്കുമ്പോഴത്തേക്കും എന്തിനാണ് അവളെ വിളിച്ചതെന്ന് പോലും എന്നെ അവൾ ഓർമ്മപ്പെടുത്തും, ഞാൻ മറന്നു പോകും. അങ്ങനത്തെ രീതിയിൽ ആക്കി തരാറുണ്ട്. വേറൊരു ലെവൽ തെറാപ്പിസ്റ്റാണ് അവൾ എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എങ്കിൽ അത് അവരോട് പറയുക. അതല്ലെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി ഇതുപോലത്തെ പ്രൊഫഷണൽസിനെ ആശ്രയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര അഫോർഡബിൾ, അതൊട്ടും നമുക്ക് അഫോർഡബിൾ അല്ല എന്നുള്ളത്. ചില ഹോസ്പിറ്റൽസിലൊക്കെ സൈക്കോളജിസ്റ്റുമാരുണ്ട്, അവിടെ നമുക്ക് അധികം ഈ പറയുന്ന മറ്റേ നമ്മൾ ഒരു പേഴ്സണൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് നമുക്ക് അത്രയും പേയ്മെൻ്റ് ആവുന്നത്. അതല്ലാണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തൊക്കെ പോയി നമുക്ക് ഇത്രയും പേയ്മെൻ്റ് ആവത്തില്ല. നമുക്ക് നമ്മളെ കാര്യം കേൾക്കാൻ ഒരാളെയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു അത് അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നില്ല അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെ സൈക്കോളജിസ്റ്റുമാരുടെ അടുത്ത് പോവുകയാണ് എങ്കിൽ. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അവർ നമ്മളെ കൂടെ ഇന്ന് ഇങ്ങനെ കാണുമായിരുന്നു, അല്ലെങ്കിൽ എനിക്കെന്ത് ഇങ്ങനെ വന്നു, എൻ്റെ ചുറ്റും എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലായി പോകുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചേ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടിട്ടാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് ബ്ലെയിം ചെയ്യാതിരിക്കുക. കഴിഞ്ഞു, ഇനി നമ്മളെ ഭാഗത്താണ് തെറ്റെങ്കിലും അവരെ ഭാഗത്താണ് തെറ്റെങ്കിലും കാലത്തിൻ്റെ പ്രശ്നം കൊണ്ടിട്ടാണ് എങ്കിലും കഴിഞ്ഞു. അത് വാട്ട്സ് നെക്സ്റ്റ്, അല്ലെങ്കിൽ വാട്ട്സ് നൗ, ഇപ്പം എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഒരുപാട് വൈ മീ എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഗുഡ് മെമ്മറീസുകൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഗുഡ് മെമ്മറീസുകൾ മാത്രമല്ലാത്തത് കൊണ്ടിട്ടായിരിക്കും നമുക്കതിന്ന് തിരിച്ചിറങ്ങി പറയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗുഡ് മെമ്മറീസുകളൊക്കെ ഫൈൻ, അതവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ കൂടുതലും അതിൽ നിന്നുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ്, മോശം അനുഭവങ്ങൾ, നിങ്ങൾ മിസ്ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി, നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടായ ലോസ്, അതിൽ നിന്നുണ്ടായ വേദനകൾ, നഷ്ടങ്ങൾ, അതിനെപ്പറ്റി ആലോചിക്കുക. അതല്ലാണ്ട് ആ ഗുഡ് മെമ്മറീസുകൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് അത് മിസ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അതിനുണ്ടായ ഒരു വേദനകളും യാതനകളും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ പോയത് നന്നായെന്ന് തോന്നും. അത് ഭയങ്കര റിലീഫാണ്, നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ
ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കടന്ന് നമ്മൾ ആ മൂവ് ഓൺ ചെയ്ത് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നമ്മളെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കുകൾ നമ്മൾ സ്വയം തിരിച്ചറിയണം. ഓക്കെ, ഞാൻ ഇന്നത് ചെയ്തത് ഭയങ്കര മോശമായി പോയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊന്നും നമുക്ക് കിട്ടിയ ലെസൺസ് നമ്മൾ എടുക്കുക. ആൻഡ് ഞാൻ പറയും, ഒരു ഡിവോഴ്സ് കഴിഞ്ഞ ഒരാൾ, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ ഒരാൾ, നമ്മൾ കുറച്ചും കൂടി ബെറ്റർ പേഴ്സൺ ആവുകയാണ് ചെയ്യുന്നത്. കാര്യം നമുക്കൊരു ഓപ്ഷൻ കിട്ടി, ഒരു ട്രയലിനുള്ളൊരു ഓപ്ഷൻ കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും. എന്താണ് ആക്ച്വലി ഇത് സംഭവം എന്നുള്ളത് മിക്ക ആൾക്കാർക്കും അത് കിട്ടാറില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് അതിനുശേഷം നമുക്ക് ഇനിയൊരു ലൈഫിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ അത്രയും എന്താ പറയുക കോൺഷ്യസ് ആയിരിക്കും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതിൽ നമുക്കൊരു ബോധം കാണും. ആൻഡ് അതുകൊണ്ട് നമ്മളെ മിസ്റ്റേക്കുകൾ, അതിൽ നിന്ന് കിട്ടിയ ലെസൺസ് നമ്മൾ എടുക്കുക. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്കപ്പിലൂടെ, ആ ഡിവോഴ്സിലൂടെ നമുക്ക് കിട്ടിയ പാഠങ്ങൾ നമ്മൾ എടുക്കുക. നമ്മളതിന് ചെയ്യത്തില്ല, മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇനി ഒരു ബന്ധത്തിൽ പോവുകയാണെങ്കിലും ഇനി നമ്മളെ ലൈഫിൽ നമ്മൾ ആ ചെയ്ത മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ജസ്റ്റ് ബി ദ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഒരിക്കലും നമ്മൾ ആ ഒരു ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന സമയത്തോ ഡിവോഴ്സ് ആയിരിക്കുന്ന സമയത്തോ അവരെ പറ്റി ഇരുന്നങ്ങ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. അവൻ എന്നെ അങ്ങനെ ചെയ്തു, ഇവളെന്നെ ഇങ്ങനെ ചെയ്തു, അവൾ ആരാന്ന് നിങ്ങൾക്കറിയാവോ? അവൾ കാണുന്ന പോലെ അല്ല, അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ എൻ്റെ അടുത്ത്? അല്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് അറിയാവോ? അവൻ ഇങ്ങനെ ചെയ്തു, അത് ചെയ്ത്, മറ്റത് ചെയ്ത്, മറിച്ചത് ചെയ്ത്. ഡോണ്ട് ഡു ദാറ്റ് ബുൾഷിറ്റ് തിങ്സ്. കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളത് പറയും തോറും നിങ്ങൾ തന്നെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അത് ഏറ്റവും മാന്യമായ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആകുമ്പോഴോ ഡിവോഴ്സ് ആകുമ്പോഴോ അതിലേറ്റവും സൈലൻ്റായിട്ട് ആ ബന്ധത്തിൽ നിന്ന് തിരിച്ചിറങ്ങി ഒരു വ്യക്തിനെ പറ്റി നിങ്ങൾ ആ ബന്ധത്തിന് എന്തെങ്കിലും തരത്തിൽ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ സൈലൻ്റായിട്ടിരിക്കുക. ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതല്ലാണ്ട് നേരെ അതങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒന്നിനും വാല്യൂ കൊടുക്കാണ്ട് നമ്മൾ പിന്നെ അവരെ സ്നേഹിച്ചിരുന്നു എന്നോ നമ്മൾ ആ ബന്ധത്തിന് എന്തെങ്കിലും തരത്തിൽ വാല്യൂ കൊടുത്തിരുന്നോ എന്ന് പറയുന്നതിൽ പിന്നെ ഒരു അർത്ഥവും ഇല്ല. അതുകൊണ്ട് മാക്സിമം ആരോടും ഒന്നിനെപ്പറ്റിയും പോയി ന്യായീകരിക്കാനോ നമ്മുടെ സൈഡ് പറയാനോ ഒന്നിനും നിൽക്കാതിരിക്കുക. പോട്ടെ, ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളിരുന്ന് പറഞ്ഞ് നമ്മളെപ്പറ്റി ഇങ്ങനെ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ പോലും ജസ്റ്റ് ഫർഗീവ്. പോട്ടെ, അവനുള്ളത് ദൈവം കൊടുത്തോളൂ എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ സത്യം എന്താണെന്ന് കാലം തെളിയിക്കും എന്ന് വിചാരിച്ച് ജസ്റ്റ് കീപ് സൈലൻറ്റ്. അത് പറയാതിരിക്കുക. ആൻഡ് അത് കുറച്ച് കഷ്ടപ്പാടാണ് അതങ്ങനെ ചെയ്യാതിരിക്കാൻ. പക്ഷേ ഞാൻ വളരെയധികം ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നും എൻ്റെ വീട്ടുകാർക്ക് പോലും ആക്ച്വലി ഞാൻ ആ ഒരു വിവാഹ ബന്ധത്തിൽ എൻ്റെ പ്രശ്നം എനിക്ക് എന്തുകൊണ്ട് എന്നെ തുടക്കം മുതലേ എന്നെ അലട്ടിയിരുന്ന പ്രശ്നം എന്തായിരുന്നെന്നോ ഞാൻ എത്രത്തോളം ഞാൻ ആ ബന്ധത്തിൽ സഫർ ചെയ്തിട്ടുണ്ടെന്നോ പോലും എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ വളരെ ചുരുക്കം അത് പറയേണ്ട സാഹചര്യങ്ങൾ ഇപ്പം എൻ്റെ കേസിന് എൻ്റെ അഡ്വക്കേറ്റിനോടാണെങ്കിലും എൻ്റെ സൈക്കോളജിസ്റ്റിനോടത്താണെങ്കിലും എൻ്റെ വേണ്ടപ്പെട്ട 1-2 ഫ്രണ്ട്സിനോടാണെങ്കിൽ അല്ലാണ്ട് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ഡിവോഴ്സിന് ശേഷമാണ് ഞാനത് പറഞ്ഞത്. അതല്ലാണ്ട് ഇന്നും ആർക്കും അറിയില്ല വാട്ട് ആക്ച്വലി ഐ വെൻറ്റ് ത്രൂ എന്നുള്ള സംഭവം. ഞാനത് പറഞ്ഞത് കൊണ്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും കിട്ടാനും പോകുന്നില്ല. ഒരു സമയം വരെ എൻ്റെ വീട്ടുകാർ പോലും ഞാനാണ് തെറ്റുകാരി, അല്ലെങ്കിൽ നിൻ്റെ ഭാഗത്തു നിന്ന് വന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടിട്ടാണിത് സംഭവിച്ചെന്നുള്ള ഒരു വളരെ ഹാർഷായിട്ടുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് കാലം മുമ്പ് വരെ. അപ്പോൾ പോലും ഞാൻ എന്താ പറയുക, എനിക്ക് മറുപടി കൊടുക്കാൻ പോലും എനിക്ക് ഉള്ള ഒരു എന്താ പറയുക മറുപടി അതിന് പോലും ഞാൻ എന്താ പറയുക വലിയ തോതിൽ പോലും എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല അവരുടെ മുമ്പിൽ. എന്തെങ്കിലുമൊക്കെ അവരത് മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിരുന്നു. പക്ഷേ ഇന്ന് അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഞാനത് പറയേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. ഇന്ന് അവർക്കത് അത് കാലം തെളിയിച്ചു കൊടുത്തു. അവരുടെ മുമ്പിൽ തന്നെ അവരത് തെളിയിച്ചു കൊടുത്തു. ഞാൻ എന്തുകൊണ്ടാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ്, ട്രസ്റ്റ് ദ പ്രോസസ്സ്. നമ്മളതിനെ ഓവർടേക്ക് ചെയ്ത് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ സത്യമാണ്, അത് എന്നാണെങ്കിലും
അതിൻ്റെ വാല്യൂ, അതിൻ്റെ പ്യൂരിറ്റി അതുപോലെ തന്നെ കാണും, അത് പുറത്ത് വരും. അതിന് നമ്മൾ കള്ളത്തരം ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് ഇരിക്കുക, എന്ത് പറഞ്ഞാലും ഇങ്ങനെ അങ്ങ് ഇരിക്കുക. ഓക്കെ ഫൈൻ, അങ്ങനെ ആയിക്കോട്ടെ. അതിൻ്റെ അപ്പുറം നമ്മൾ കൂടുതൽ അതിനു വേണ്ടി വാദിക്കാനോ നമ്മളതിനു വേണ്ടി പ്രൂവ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ഒരു, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പവറിൽ വിശ്വാസമുണ്ട് എങ്കിൽ സത്യത്തിൻ്റെ പവർ അത്രയും വലുതാണ്. അത് ഒരു നാൾ പുറത്ത് തന്നെ വന്നിരിക്കും. ആൻഡ് നമ്മുടെ കാലം തെളിയിക്കും എവറിത്തിങ്. ടൈം കൊണ്ടത് പ്രൂവ് ചെയ്യപ്പെടും. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി. ആൻഡ് എനിക്കത് അന്ന് ഞാൻ ആ ക്ഷമയോടെ കാത്തിരുന്നതിന്, അന്ന് ഞാനത് റിയാക്ട് ചെയ്യാതിരുന്നതിനുള്ള ഒരു ബെനഫിറ്റ് എനിക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് റിയാക്ട് ചെയ്യാതിരിക്കുക, അവർ ചെയ്യുന്നതിനെ പോലെ നമ്മളും ചെയ്യാതിരിക്കുക. എങ്കിൽ പിന്നെ അവരും തമ്മിൽ എന്ത് വ്യത്യാസം? ഇപ്പോൾ പൊതുവേ ഒരുപാട് കണ്ടുവരുന്നൊരു സംഭവമാണ്, ഒരു ബ്രേക്കപ്പ് നടക്കുമ്പം കൊച്ചു പിള്ളേരായിരിക്കും ഇങ്ങനെ ആ പെണ്ണിനെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ സംസാരിക്കുക, ചെക്കന്മാരെ പറ്റിയിട്ടാണെങ്കിലും സംസാരിക്കുക. അതിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റിയാണ്. പക്ഷേ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി അത് പക്വത വന്നിട്ടായിരിക്കുമല്ലോ അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എൻ്റെ ഒരു തോട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവമാണ്, ഓക്കെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇനി കല്യാണം കഴിക്കത്തില്ല എന്നും ഞാൻ ഇനി ആരെയും സ്നേഹിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനവും കടുംപിടുത്തമൊന്നും എനിക്കില്ല. ഒരാളെ ലൈഫിലോട്ട് കടന്ന് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അവർ നാളെ എന്നെ ഒരാളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടാവണം, ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അത് ഞാൻ വളരെ സെറ്റ് ചെയ്തൊരു ഭയങ്കര ഒരു ഗോളായിരുന്നു. ഞാൻ അതിനുവേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നു ഇപ്പോഴും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ നമുക്കുള്ളിലൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അതല്ലാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇനി അങ്ങ് ജീവിച്ച് പോവാം, ഇനി കല്യാണവും വേണ്ട, കുട്ടികളും വേണ്ട, റിലേഷൻഷിപ്പും വേണ്ട, ഒന്നും വേണ്ട, ഇനി ഇത് ഇവിടം വരെയായി, ഇനി വരാനൊന്നും ബാക്കിയില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരിക്കലും ഗിവപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ലൈഫിൽ എപ്പോഴും ഹോപ്പ് ഉണ്ടാവുക. ജീവിതത്തിന് പ്രതീക്ഷയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ നല്ല സുഖമാണ്. വളരെ തുച്ഛമായ കാലമേ നമ്മളിവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഓരോ നിമിഷവും ജീവിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലൊരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരു ജീവിക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നാനും ഒരു മോട്ടീവാണ് അതൊക്കെ. സോ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഓൾവേസ് റിമെമ്പർ യുവർ വർത്ത്. സ്വയം നമുക്ക് തന്നെ നമ്മളോടൊരു വാല്യൂ ഉണ്ടായിരിക്കണം. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കണം. അതുപോലെ നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, വാല്യൂ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഒന്നിനും പറ്റത്തില്ല, ഞാൻ വീക്കാണ്, എന്നെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആരും നമ്മളെ കൺസിഡർ ചെയ്യാനേ പോകുന്നില്ല. അതുകൊണ്ട് റിമെമ്പർ യുവർ വർത്ത്. ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് അവർ ആദ്യം തന്നെ ഒരാളെ പ്രേമിച്ചു, അവരെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റി, അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, എൻ്റെ ലൈഫ് മാത്രം എന്ത് ഇങ്ങനെ. അതുപോലെ അവർ ബ്രേക്കപ്പ് ഒന്ന് പെട്ടെന്ന് മൂവ് ഓൺ ആയി, അവരതിന് ഈസി ആയിട്ട് ചില്ലായിട്ട് അവരതിനെ എടുത്തു, എനിക്കെന്താ പറ്റാത്തത് എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും നമ്മുടെ അവസ്ഥകളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസാണ്. ചില ആൾക്കാർ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ ഡിവോഴ്സ് ആയതിൻ്റെ പേരിൽ എനിക്ക് ഒരു സിമ്പതിക്ക് പുറത്ത് ആൾക്കാർ ഇന്നും എൻ്റെ ചുറ്റുമുള്ള കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്നെ അസൂയോടുകൂടിയാണ് നോക്കുന്നത്. അതിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്ര സപ്രസ്ഡ് ആയിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത്. ഐ ഗോട്ട് എ സെക്കൻഡ് ചാൻസ് ടു ലീവ്, അല്ലെങ്കിൽ ഐ ഗോട്ട് എ സെക്കൻഡ് ചാൻസ് ടു ചൂസ് വൈസ്ലി. അതാണ് അതിന് ഞാൻ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചിന്തിച്ചെടുക്കുന്നത്. അല്ലാണ്ട് മൈ ഗോഡ് എൻ്റെ ലൈഫ് തീർന്നു, എൻ്റെ ലൈഫിൽ ഇനി എന്താ എൻ്റെ ലൈഫിലുള്ളത് എന്നൊക്കെയുള്ള രീതിയിലൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചൊരു ഡൗൺ സ്റ്റേജിലോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ആരെ വിശ്വസിക്കും, അല്ലെങ്കിൽ
ആരാ നല്ലതായിട്ടുള്ളത് എന്നൊക്കെ ഒരു ഡൗട്ട്ഫുൾ മൈൻഡൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംശയങ്ങൾ വരുന്നതും നമുക്ക് നമ്മളോട് തന്നെ ഒരു ടെൻഷൻ വരുന്നതും ആങ്സൈറ്റി ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുക, അതിനെ അതിൻ്റെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളതിനെ ഓവർകം ചെയ്ത് വരിക, റിയാലിറ്റിയിലോട്ട് വരിക. നമ്മളെക്കൊണ്ട് പറ്റും. നമ്മളെക്കൊണ്ട് ഇനി ഇതല്ല, ഇതിൻ്റെ അപ്പുറം നമുക്ക് മറികടന്ന് പോകാനും നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾക്ക് കിട്ടി എന്ന് തന്നെ വിചാരിച്ച് ജീവിക്കുക. ആൻഡ് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കുക. ഓക്കെ, ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, ഓക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ പിന്നെ ഞാനെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നെങ്കിൽ ദ വേസ്റ്റ് ആയിരിക്കും സംഭവിക്കുന്നത്, അതല്ലെങ്കിൽ ദ ബെസ്റ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. എന്നെ ഒരിക്കലും ഈ രണ്ടും കെട്ട അവസ്ഥയിൽ എന്നെ ആക്കിയിട്ടില്ല ഇതുവരെയും. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ദ വേസ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ എനിക്ക് നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അതുപോലെ ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, ഇഷ്ടമുണ്ടോ ഉണ്ട്, ഇഷ്ടം ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും ഇല്ലെങ്കിൽ ഇല്ല. എനിക്കങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കിടക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ പല കാര്യത്തിലും ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണെങ്കിലും വിഷമത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ആണെങ്കിലും ഇത് വേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹാപ്പി ആണെങ്കിലും കിട്ടുന്ന ബ്ലെസ്സിങ് ആണെങ്കിലും ദ ബെസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതുകൊണ്ട് അതിൽ ഭയങ്കര വിശ്വാസമാണ്. ഐ ഡിസേർവ് ബെറ്റർ. അല്ലെങ്കിൽ എല്ലാവരും, ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നതാണെങ്കിലും ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്നതാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, യു ഡിസേർവ് ലവ്, യു ഡിസേർവ് മോർ ലവ്, യു ഡിസേർവ് മോർ റെസ്പെക്റ്റ്. അതുകൊണ്ട് ജീവിതത്തിന് എപ്പോഴും പ്രതീക്ഷയോടെ തന്നെ കാണണം. നമ്മളെ ബ്രേക്കപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഡിവോഴ്സിൽ നിന്നോ മൂവ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ ഒരു മൂവ് ഓൺ സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ അത്ര ഈസിയൊന്നും അല്ലായിരുന്നു, നല്ല സമയമെടുത്തു. പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ. എനിക്കൊരു റിഗ്രറ്റ് ഇല്ല, കുറ്റബോധമില്ല, ഒന്നുമില്ല. ഐ എം ഫീലിംഗ് ഫ്രീ. എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല, കുറ്റപ്പെടുത്തലുകളില്ല, ഒന്നുമില്ല. ഞാൻ ക്ഷമിച്ചു. ഒരു റിവെഞ്ച് ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. വളരെ സമാധാനം തോന്നുന്നുണ്ട്. സന്തോഷം ആയോ എന്ന് ചോദിച്ചാൽ അല്ല, സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ മേ ബി നോട്ട്. സമാധാനമുണ്ട്. അതുകൊണ്ട് ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ ബ്രേക്കപ്പ് ഓർ എ ഡിവോഴ്സ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നിങ്ങളെക്കൊണ്ട് ഉറപ്പായിട്ടും അത് മൂവ് ഓൺ ചെയ്ത് നമ്മളതൊന്ന് പുറത്ത് വരാൻ ശ്രമിക്കണം. നമുക്കത് മൂവ് ഓൺ ചെയ്യണം, നമുക്കതൊന്ന് പുറത്ത് വരണമെന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്കതൊന്ന് പുറത്ത് കടക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിതിൻ്റെ ഒരു പടി പോലും വെക്കാൻ പറ്റത്തില്ല. വർഷങ്ങളങ്ങ് കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മൂവ് ഓൺ ആകണം, എനിക്കിതൊന്ന് പുറത്ത് കടക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുക. അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാനും അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റെക്ക് ഓൺ ചെയ്ത് നിൽക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ പിന്നെ മൂവ് ഓൺ ആവാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. സോ ഫസ്റ്റ് ആഗ്രഹം വേണം, നിങ്ങൾക്കത് ചെയ്യണം അല്ലെങ്കിൽ അതൊന്ന് മൂവ് ഓൺ ആവണം എന്നുള്ളൊരു മോട്ടീവ് മനസ്സിലുണ്ടാവണം എപ്പോഴും. സോ ബ്രേക്കപ്പിലൂടെയും ഡിവോഴ്സിലൂടെയും കടന്നു പോകുന്നവർക്ക് എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ആവാൻ പറ്റട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ലവ് നിങ്ങൾക്ക് കിട്ടട്ടെ. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ സന്തോഷമായിട്ട് ഇനിയും ജീവിക്കട്ടെ. റൈറ്റ് പാർട്ട്നേഴ്സിനെ കിട്ടാത്തവർക്ക് റൈറ്റ് പാർട്ട്നേഴ്സിനെ കിട്ടട്ടെ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. ആൻഡ് വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, കിടക്കുന്ന കുറച്ച് ആൾക്കാരുകളുണ്ട്, പുറത്ത് കിടക്കാൻ പറ്റാത്ത, ഡിവോഴ്സ് ചെയ്യാൻ പറ്റാണ്ട്, ബ്രേക്കപ്പ് ആവാൻ പറ്റാണ്ട് കമ്മിറ്റ്മെൻറ്റ്സിൽ കിടക്കുന്ന ആൾക്കാരുകളുണ്ട്. അവരെ കാര്യമാണ് ഭയങ്കര കഷ്ടം. ആൻഡ് ഇഷ്ടമല്ലാത്തൊരു ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ള ആൾക്കാരെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോഴാണ് ഞാനൊക്കെ എന്തുമാത്രം ലക്കിയാണ് എന്നെനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് I am free now and I don't want to suppress my feelings. I don't want to act in front of anyone. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റട്ടെ. ഇഷ്ടമില്ലാത്ത ജീവിതം ജീവിക്കുന്നവർക്ക് അതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റട്ടെ. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലവ് ഓഫ് ലൈഫ് കണ്ടെത്താൻ പറ്റട്ടെ. ആമീൻ.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് if you like this video, do like, share, subscribe, and just subscribe for more videos. Comment your feedback. Thank you for watching. Thank you.